ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞെട്ടിപ്പിക്കുന്ന ഒരു CCTV ഫുട്ടേജാണ്. അതായത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഏറെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചെറിയ മക്കളെ കൂട്ടിയിട്ട്, നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ കുട്ടികളുണ്ടാവും. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് സാധനം വാങ്ങാനായാലും മറ്റെന്താവശ്യത്തിനാണെങ്കിലും കുട്ടികളെ കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നിരന്തരമായിട്ട് വീഡിയോയിലൂടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക തന്നെ ചെയ്യുക. ഒരു കുട്ടിയെ സ്വന്തം അച്ഛൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് ഒരു നിമിഷമാണ് ശ്രദ്ധ മാറിയത്. നോക്കുക, 2-3 മിനിറ്റ് കുട്ടിയിൽ മേലുള്ള ശ്രദ്ധ മാറിയ സമയത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോവാണ്. നിങ്ങൾ വിചാരിക്കും ഇതിനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്ന് ചെയ്യുന്ന കാര്യമല്ലേ എന്ന്. അല്ല, ചിലപ്പോൾ സാഹചര്യം മനസ്സിലാക്കിയിട്ടും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന, തട്ടിക്കൊണ്ടു പോകുന്ന ആളുകളുമുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിലും മാത്രം കൊണ്ടുപോവുക, അല്ലെങ്കിൽ വീട്ടിലേൽപ്പിച്ച് പോവുക. ആരെ ബോധിപ്പിക്കാനാണ് ഈ പുറത്ത് കൊണ്ടുപോകുന്നത്? ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്കുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്ന് കണ്ടോ കാസുകൊടുത്തപ്പോൾ. ഇതൊരു പൊതുസ്ഥലത്തുള്ള CCTV ഫുട്ടേജാണ്. എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് അറിയില്ല, പക്ഷേ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ്. നോക്കുക, ചെറിയ കുട്ടിയുടെ കൈയും പിടിച്ചിട്ട് അച്ഛൻ കടയിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. കുട്ടിക്ക് കളിപ്പാട്ടം വാങ്ങാനെങ്ങാനും വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും കുട്ടിയുടെ കൈ കടയിലേക്ക് വരുന്നത് വരെ അച്ഛൻ്റെ കൈ പിടിച്ചിരുന്നു. പക്ഷേ അച്ഛൻ ആ സാധനം നോക്കുന്ന സമയത്ത്, നോക്കുക, ആ സാധനം അച്ഛൻ എടുത്തിങ്ങനെ നോക്കുന്ന സമയത്ത് കൈ വിട്ടുപോയി. ഈ ഒരു സാഹചര്യം തൊട്ടടുത്തൊരു പയ്യൻ നിൽക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അധികം പ്രായമൊന്നുമില്ല, ഒരു 20-22 വയസ്സ് പ്രായമുള്ളൊരു പയ്യനാണ്. ആ കുട്ടിയെ വശീകരിച്ചിട്ട് എന്തോ മിഠായിയോ അങ്ങനെ എന്തോ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇവർക്ക് അറിയായിരിക്കും. അപ്പം അങ്ങനെ ആ കുട്ടിയെ ഏതോ രീതിയിൽ വിളിക്കുന്നു, അല്ലെങ്കിൽ എന്തോ മിഠായിയോ അങ്ങനെ എന്തോ കാണിക്കുന്നു. അങ്ങനെ കുട്ടി ആ പയ്യൻ്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷേ ആ സമയത്ത് പോലും അച്ഛനൊന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ ആ കുട്ടിയെ കിട്ടുമായിരുന്നു. പക്ഷേ ശ്രദ്ധ പൂർണ്ണമായിട്ടും ആ കടയിലേക്ക്, അല്ലെങ്കിൽ ആ വാങ്ങുന്ന സാധനത്തിലേക്ക് മാത്രമായി. കടക്കാരനുമായിട്ടുള്ള സംസാരത്തിൽ ശ്രദ്ധ വിട്ടുപോയി. കുട്ടിയെ എടുത്ത് കൊണ്ടുപോയി. ഇത് കുറച്ച് കട്ട് ചെയ്ത വീഡിയോ ആണ്. കാരണം കുറേ നേരം അച്ഛന് കടക്കാരനുമായി സംസാരിക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം സംസാരിച്ചതിൻ്റെ ഇടയിൽ ശേഷമാണ് കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ കുട്ടി പോയി, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാനം കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കൊണ്ടുപോകുക. ചില മാതാപിതാക്കളുണ്ട്, കുട്ടികളെ കൂട്ടിയിട്ട് ചിലപ്പോൾ പാർക്കിലും പുറത്തും ഒക്കെ പോവും, പക്ഷേ മൊബൈൽ ഫോണിൽ കുത്തി കളിക്കും, കുട്ടികളെ ശ്രദ്ധിക്കൂല. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.